സ്ട്രെസ് മാനേജ്മെൻറ്റ് സീരീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. സാഹചര്യങ്ങളെ നമുക്കൊരിക്കലും മാറ്റാൻ സാധിക്കില്ല. എന്നാൽ ഏതൊരു വിപരീത സാഹചര്യത്തിലും നമ്മുടെ മനോഭാവം അഥവാ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ സാധിച്ചാൽ സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അത്തരത്തിൽ വിപരീതമായ സാഹചര്യങ്ങളിൽ പോലും മനോഭാവത്തെ മാറ്റം വരുത്തി നമ്മുടെ ജീവിതത്തെ സന്തോഷകരമാക്കാനുള്ള സീക്രട്ടിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മുടെ കൈപിടിച്ച് നടത്താൻ ഷീബ സിസ്റ്റർ എന്നത്തെയും പോലെ നമ്മോടൊപ്പം ഉണ്ട്. സിസ്റ്റർ, നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ മനോഹരമായൊരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആറ്റിറ്റ്യൂഡിൻ്റെ മാറ്റം എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും. ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ സംസ്കാരം മാറ്റണമെങ്കിൽ പോലും നമുക്ക് ആറ്റിറ്റ്യൂഡിലൂടെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ മനോഹരമായൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ എപ്പിസോഡിൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം പലപ്പോഴും നമുക്ക് അനുകൂലമായിരിക്കണം എന്നില്ല. അത് നമുക്കൊരിക്കലും ഉപേക്ഷിച്ച് പോകാനും സാധിക്കില്ല, എന്നാൽ വിപരീതവുമായിരിക്കും. അത്തരം സാഹചര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കുടുംബത്തിൽ നമ്മളോട് പെരുമാറുന്ന ആളുകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളുടെ സാഹചര്യം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ്, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കൊളീഗ്സിൻ്റെ പെരുമാറ്റം, അല്ലെങ്കിൽ ആ ജോലിയിലുള്ള സാഹചര്യം, എന്ത് തന്നെയാണെങ്കിലും ആ വിപരീതമായ സാഹചര്യത്തിൽ അവർക്ക് എങ്ങനെയാണ് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ട ഉത്തരം. ഇതിൽ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലോകത്തിൻ്റെ MD അല്ല. ലോകത്തിൻ്റെ MD അല്ല. യെസ്. എന്ന് വെച്ചാൽ മറ്റൊരാളുടെ മാറ്റം അത് എൻ്റെ കയ്യിലുള്ള കാര്യമല്ല, ഒരിക്കലല്ല. ചില ട്രിക്സ് ഉണ്ട്. കുറച്ചൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യിക്കാം. നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, അതിപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ, എൻ്റെ കുഞ്ഞാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വൈഫാണെങ്കിൽ, എൻ്റെ അമ്മയാണെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന റിലേഷൻസ് വരുമ്പോൾ സ്ഥിരമായിട്ട് ഒരൊറ്റ ആളുടെ കൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്നതായിരിക്കുന്ന പോസിറ്റീവായിരിക്കുന്ന തിങ്കിങ്ങിൻ്റെ എഫക്റ്റ് കൊണ്ട് നാളെ അവരിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും, നോ ഡൗട്ട്. പക്ഷേ നമ്മുടെ ഓഫീസ് സർക്കിളിലാണെന്ന് വിചാരിച്ചോളൂ, എന്നും ഒരേ ആൾക്കാരായിട്ട് കൊള്ളുന്നില്ലല്ലോ. മാറ്റം ഉണ്ടാവും, ട്രാൻസ്ഫർ ഉണ്ടാവാം, അല്ലെങ്കിൽ ജോലി മാറ്റം ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്നതായിട്ടുള്ള പോസിറ്റിവിറ്റിയുടെ പ്രഭാവം കൊണ്ട് അവരിൽ താൽക്കാലികമായ മാറ്റങ്ങൾ, അവർ മാറിപ്പോകുന്ന വ്യക്തിത്വങ്ങളാണ് എങ്കിൽ താൽക്കാലികമായ മാറ്റം ഉണ്ടാക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ പോലും ഞാൻ ഇന്ന് ചിന്തിച്ച പോലെ, എൻ്റെ ഇഷ്ടം പോലെ, എൻ്റെ ശരി പോലെ, ഞാൻ വിചാരിക്കുന്ന പോലെ പെരുമാറാൻ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കുന്ന കർമ്മത്തിൻ്റെ ആധാരത്തിലാണ് എൻ്റെ മെൻ്റൽ സ്റ്റേജ് അഥവാ മനോഭാവത്തിന് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ അത് അവർക്ക് വേണമെങ്കിൽ അവർ നമ്മളെ സന്തോഷിപ്പിക്കും, അല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മളെ ചാടിപ്പിക്കും. അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതെ. അപ്പം അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഓഫീസിലാണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്യാണ്. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോകത്ത് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ഓഫീസിലുള്ള എല്ലാവരും ഒരേപോലെ സന്തോഷിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലും നടക്കില്ല. ചില ആളുകളുണ്ടായിരിക്കും, അവർക്ക് അവരുടെ ഉദ്ദേശം തന്നെ വേറെ പലതുമായിരിക്കും. അപ്പം നമുക്കൊരിക്കലും അവരെയൊന്നും സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ചിലർക്ക് പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പോലും ഇഷ്ടമുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ആ ഒരു വികാരത്തിൻ്റെ മണം കലർന്ന സംസാരങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ കളിയാക്കി അവരെന്തെങ്കിലുമൊക്കെ പറയും. ചിലരുടെ നേച്ചർ ഇതായിരിക്കും, അവർ പറയുന്നതിന് വലിയ കാര്യം ഉണ്ടാവില്ല, എന്നാൽ അത് പറഞ്ഞത് വിചാരിച്ചിട്ട് പറയുമായിക്കൊള്ളുന്നില്ല. ഇനി അത് മറ്റുള്ളവരെ വിഷമിപ്പിക്കുമെന്ന് ആലോചിക്കില്ല. അത് അവരുടെ ശീലം, അതവരങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഒറ്റ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അവരെന്ത് തന്നെയാണെങ്കിലും എന്ത് പറഞ്ഞാലും എല്ലാവരും എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റില്ലല്ലോ. അതേസമയം എല്ലാവരും എന്നോട് എതിർപ്പും ആയിക്കൊള്ളുന്നില്ല. നമ്മുടെ സംസ്കാരം നല്ലതാണെങ്കിൽ, നമ്മുടെ കർമ്മം നല്ലതാണെങ്കിൽ കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ഉണ്ടാവും, കുറച്ച് ആൾക്കാർ എതിർപ്പും ഉണ്ടാവും. നമ്മുടെ പ്രസൻസ് കൊണ്ട് ആ ഓഫീസിൽ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ഇപ്പോൾ ഒരു ഓഫീസിലേക്ക് ഒരു പുതിയ ഓഫീസർ അഥവാ അങ്ങനെയുള്ള ലെവലിൽ മാനേജറോ ഏതെങ്കിലും ഒരാൾ ട്രാൻസ്ഫർ ആയിട്ട് വരുന്നു. അതുവരെ കുറച്ച് അലസമായിട്ടൊക്കെ ഇങ്ങനെ ഒഴുകുന്ന ഒരു ഓഫീസാണെങ്കിൽ, വന്ന ആൾ തൻ്റെ കർമ്മത്തോട് ഭയങ്കര കമ്മിറ്റ്മെൻറ്റും കൃത്യനിഷ്ഠതയും ഒക്കെ പാലിക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒറ്റയടിക്ക് അവിടെയുള്ള എല്ലാവരും അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് മാറുക ചെയ്യുക. അല്ലാണ്ട് അവരുടെ ശരിക്കും ഉള്ളിനുള്ളിൽ എല്ലാവർക്കും
അറിയുമെങ്കിലും ആദരവുണ്ടായിരിക്കും, എല്ലാവരും പക്ഷേ എതിർക്കുകയാണ് ചെയ്യുക. ചെയ്യുക. എല്ലാവർക്കും കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങളൊക്കെ വന്ന് ഭവിക്കുന്ന പലരും ഞാൻ കാണാറുണ്ട്. പിന്നെ ചില ഓഫീസുകളിൽ സത്യത തൻ്റെ ജീവിതത്തിൻ്റെ വ്രതമായി പാലിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് ചില ഓഫീസുകളിൽ ചില സാഹചര്യങ്ങൾ ചെല്ലുമ്പോൾ അവിടെയൊക്കെ കൈക്കൂലി അല്ലെങ്കിൽ പൈസ കൊടുക്കൽ വാങ്ങൽ അതൊക്കെ ഭാഗമാണല്ലോ. ഞാനിപ്പോൾ അവർക്ക് ഇത്ര ലക്ഷത്തിൻ്റെ ഒരു ഇത് കൊടുക്കുമ്പോൾ അവരൊരു ചെറിയ ഗിഫ്റ്റല്ലേ എനിക്ക് തരുന്നുള്ളൂ. ഞാനതൊരു ആളിനോട് സംസാരിച്ച വാക്കാണ് കേട്ടോ നിങ്ങളടുത്ത് ഇപ്പോൾ ഈ കോട്ട് ചെയ്ത് പറയുന്നത്. ഞാനവർക്ക് 18-20 ലക്ഷത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് പാസ്സാക്കി കൊടുക്കുമ്പോൾ അതിലിപ്പോൾ അവരെനിക്കൊരു 10,000-20,000 തരിക എന്നുള്ള ഇത്ര വലിയ കാര്യമുള്ള കാര്യമാണോ? അവരെത്രയാണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ ഞാൻ വാങ്ങിക്കുന്നത് ഈ കൈക്കൂലിയാണ് എന്നൊരു ഭാവം പോലും അവരുടെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. അവരെന്താ പറയുന്നത്, ഞാൻ അവർക്ക് അത്ര വലിയ ഒരു ഫേവർ ചെയ്യാണ്, അപ്പം അതിലൊരു ചെറിയ ഗിഫ്റ്റ് അവരെനിക്ക് തരുന്നു. നോക്കൂ, ഞാൻ കൊടുക്കുകയാണെന്നുള്ളതാണ് ഞാൻ ഡ്യൂട്ടി ആയിട്ടല്ല കാണുന്നത്. ആ ഗവൺമെൻറ് നമുക്ക് ആ സാലറി തരുന്നത്, ആ പോസ്റ്റിൽ ഇരുത്തിയിരിക്കുന്നത് അതിന് പ്രോപ്പറായിട്ടുള്ള ചെക്കിങ്ങിലൂടെ വേണ്ട അർഹതയുള്ളവർക്ക് കൊടുക്കാനാണ്. പക്ഷെ അർഹതയുള്ളവർക്കൊക്കെ ആയിരിക്കാം കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോഴും പറയുന്നത് എന്താണ്, തോന്നുന്നു ഇത്ര അവർ ഉണ്ടാക്കുകയല്ലേ, അപ്പോൾ അത് ഇപ്പം എനിക്ക് തരുന്നുണ്ട്, എന്താ കുഴപ്പമുള്ളത്? അപ്പം അതൊരു ഗിഫ്റ്റ്, കൈക്കൂലി എന്നൊരു വാക്ക് പോലും അവിടെ മാറ്റി കളഞ്ഞു കഴിഞ്ഞു. ഞാനവർക്ക് ചെയ്തു കൊടുത്തു, അവരെനിക്ക് ഗിഫ്റ്റ് തന്നു. ഇന്നത്തെ കാലത്ത് സർക്കാർ തരുന്നതുകൊണ്ട് ജീവിക്കാനും പറ്റൂല, അത് പോരാ എന്നൊക്കെ പറയുന്നവരുണ്ട് ഒരുപാട്. അങ്ങനെ ഒരു തരത്തിലെ ആളുകൾ. പ്രൈവറ്റ് ഫേമിലാണെങ്കിലും പല രീതികൾ, ഓരോരുത്തർക്കും ഓരോ രീതി. എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനെയൊക്കെ ഒരു ചേഞ്ച് വരേണ്ടി വന്നാൽ സഡനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ അന്തരീക്ഷം നമുക്ക് എഗെയിൻസ്റ്റ് ആവുക ചെയ്യുക. ഈ പൈസ വാങ്ങാത്ത ആൾക്ക് എഗെയിൻസ്റ്റ് ആവുക ചെയ്യുക, അവർ കൃത്യനിഷ്ഠതയോടെ കർമ്മം ചെയ്യുന്നവർക്ക് എഗെയിൻസ്റ്റ് ആവുക ചെയ്യുക. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒരാൾ ഒരു വിളക്ക് കൊളുത്തി വെച്ചാൽ അതിൻ്റെ പ്രകാശം പരക്കുന്നു പറഞ്ഞ പോലെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇവരോടുള്ളതായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ഇവരുടെ നല്ല സംസ്കാരം എന്ത് തന്നെയാണെങ്കിലും സമയം വരുമ്പോൾ അതിൻ്റെ സുഗന്ധം കൊണ്ടുവരുമല്ലോ. അവർക്ക് സപ്പോർട്ട് വേണ്ടി വരുമ്പോൾ, ഹെൽപ്പ് വേണ്ടി വരുമ്പോൾ. അപ്പോൾ അവർ എന്നോട് ഇങ്ങനെ മോശമായി പെരുമാറുന്നവരാണെന്നോ, എൻ്റെ ഓഫീസിലെ ആളുകൾ ഇങ്ങനെയൊക്കെ മോശമായി പെരുമാറുന്നവരാണ്, അലസന്മാരാണ്, അവരങ്ങനെയാണ് നമ്മൾ ചിന്തിക്കരുത്. ഞാൻ എന്താണോ അതുപോലെ അവർ ഇപ്പം എനിക്കറിയാം. അവർ 9 മണിക്ക് ഓഫീസിൽ വരുന്നതിന് പകരം 10:30 കയറി വരൂ, ഒരു 3-4 മണിക്ക് എങ്ങനെ ഇറങ്ങിപ്പോവും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം. ബട്ട് നമ്മുടെ തോട്ട്സിൽ നമ്മൾ എന്തേ ക്രിയേറ്റ് ചെയ്യാവൂ, ദേ ആർ ഗുഡ്. പോട്ടെ, ഓഫീസിൽ അവർ അഗ്നി അല്ലെങ്കിലും അവർ നല്ല അച്ഛനാണല്ലോ, നല്ല അമ്മയാണല്ലോ, നല്ല മകനാണല്ലോ, സോ ദേ ആർ ഗുഡ്. അങ്ങനെ അവരെക്കുറിച്ച് നല്ലതാണെന്നുള്ള തോട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ടുണ്ടാകുന്ന നന്മയുടെ മാറ്റം അവർക്ക് സഹിക്കാനായിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു പോസിറ്റീവ് തോട്ട്സിൻ്റെ ട്രാൻസാക്ഷൻ പതുക്കെ അവരുടെ ആ ഒരു ഐസിനെ അഥവാ അവരുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ ഒരു നെഗറ്റിവിറ്റീനെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നിങ്ങളെപ്പോലെ ആവാനൊക്കെ ഞങ്ങൾക്ക് കഷ്ടമാണ് കേട്ടോ എന്നൊക്കെ പറയുമായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ എതിർക്കാതെയാവും. ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്ദർഭം സാഹചര്യമൊക്കെ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് നീങ്ങുന്നവർക്ക് പ്രശ്നം വന്നാൽ അവരതിനെ സമീപിക്കുന്നതായിട്ടുള്ള സമീപന രീതി എപ്പോഴും ഒരു കൂൾ മൈൻഡഡ് ആയിരിക്കും. അതേസമയം ലൈഫിൻ്റെ ഉള്ളിൽ വാല്യൂസിന് കൊണ്ടുവരാത്ത ആളുകൾ അവനവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അതിനെ സമീപിക്കുന്നത് വറീഡായിട്ടായിരിക്കും. അത് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. ഒന്ന് വറീഡ് മൈൻഡും മറ്റൊന്ന് കൂൾ മൈൻഡുമാണ്. സിറ്റുവേഷൻ രണ്ടാൾക്കും ഉണ്ടാവില്ല എന്നൊന്നും പറയില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ വാല്യൂസിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ധർമ്മത്തിൻ്റെ ശക്തി എന്ന് പറയുമല്ലോ, അത് നമ്മളെ എന്ത് സംഭവിക്കുമ്പോഴും അതിനെ ഫേസ് ചെയ്യുന്ന വിധത്തിൽ കൂൾ മൈൻഡായിരിക്കും. അപ്പം നമ്മുടെ ലൈഫിൽ മുന്നോട്ടുള്ളതായിട്ടുള്ള യാത്രയിൽ അവനവൻ്റെ ജീവിതത്തിൽ വരുന്ന സാഹചര്യത്തെ നമ്മൾ ഫേസ് ചെയ്യുന്നതും അവർ ഫേസ് ചെയ്യുന്നതും, നമ്മുടെ ഓഫീസിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മളതിനെ ഫേസ് ചെയ്യുന്നതും അവർ ഫേസ് ചെയ്യുന്നതും, ഒരു അപമാനം കേൾക്കേണ്ടി വന്ന അഥവാ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് തട്ടിക്കയറിൻ്റെ അവസ്ഥ വന്ന ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരുടെ റെസ്പോൺസും അവരുടെ റെസ്പോൺസും നമ്മൾ കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് അവരുടെ അടുത്ത് ഉണ്ടാവാൻ തുടങ്ങും. പതുക്കെ എനിക്കും നിങ്ങളെപ്പോലെ കുറച്ചൊക്കെ അങ്ങനെ ആവണം എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് മാറ്റം വരും. ഇതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രഭാവം. അപ്പം അതുകൊണ്ട് അവർ എന്നോട് മോശമായി പെരുമാറുന്നുണ്ട്, എല്ലാ ആളുകളെയും എനിക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്നും, എന്നാൽ ആ കുറച്ച് എന്നോട് തൃപ്തിപ്പെടാത്ത ആളുകളുടെ നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ എഫക്റ്റ് എൻ്റെ ഉള്ളിൽ വരാൻ ഞാൻ അനുവദിക്കില്ല, ഞാൻ എൻ്റെ പോസിറ്റിവിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ള തോട്ടാണ് നമ്മൾ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യേണ്ട പോസിറ്റീവ് തോട്ട്സ്. നമ്മുടെ ഫ്രണ്ട് ആവണം, ആദ്യം നമ്മുടെ മിത്രമാവണം. എൻ്റെ മനസ്സിനുള്ളിൽ പോസിറ്റീവ് തോട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കും. അവരെന്നോട് മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും ദേ ആർ ഗുഡ്. അപ്പോൾ ചിലർ പറയും, അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് വിചാരിക്കല്ലേ എന്ന്. ആണ്, അവർ ഇല്ലാത്തത് ഇപ്പോഴത്തെ അവരുടെ പേഴ്സണാലിറ്റിയിൽ പ്രകടമായിരിക്കുന്ന ഭാവത്തിൽ ഇല്ലാത്തതാണ്. ബട്ട് ഒറിജിനൽ നേച്ചർ എല്ലാ മനുഷ്യൻ്റെ മനസ്സിലും സ്നേഹമില്ലാണ്ടിരിക്കുമല്ലോ. അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മിക്കും, നമ്മുടെ അടുത്തൊരു വലിയ ഗവൺമെൻറ് ഓഫീസറായിട്ടുള്ള ഒരാൾ,
അവരുടെ കൂടുതലായിട്ടുള്ള സ്റ്റാഫുകൾ കൈക്കൂലി വാങ്ങിയിട്ട് ഇദ്ദേഹം അറിയാതെ അവരുടെ പേരിൽ അക്കൗണ്ട് എന്തൊക്കെയോ ഇട്ട് പോലും. അങ്ങനെ ആ സമയത്ത് അദ്ദേഹം എന്നോട് സംസാരിച്ച് ഞാൻ ഓർമ്മിക്കും. ഞാൻ വിചാരിച്ചു അവരെല്ലാവരും എന്നോട് അവരങ്ങനെയാണ് ചെയ്യുന്നത്. അവർ കൈക്കൂലി ഞാൻ വാങ്ങാത്തതിൻ്റെ പേരിൽ എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ഓഫീസിനുള്ള എല്ലാവരും എന്നോട് ശത്രുവിനെ പോലെ പെരുമാറുന്നുണ്ട്. പക്ഷെ ഞാൻ ആലോചിച്ചു, എന്നോടല്ലേ അവരങ്ങനെ പെരുമാറുന്നുള്ളൂ. അവർ നല്ല ഭർത്താവാണ്, നല്ല ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ. മക്കളുടെ കാര്യം എത്ര നന്നായിട്ടാണ് നോക്കുന്നത്, അവരുടെ അച്ഛനും അമ്മേനെ അവരെ പെങ്ങളെയും ഒക്കെ എത്ര നന്നായിട്ടാണ് നോക്കുന്നത്. സോ ഹി ഈസ് ഗുഡ്. എത്ര പോസിറ്റീവ് തിങ്കിങ് നോക്കി നോക്കി. എന്നോട് അവർ മോശമായ പെരുമാറുന്നത്, പക്ഷേ അവരുടെ എല്ലാവരോടും നന്നായി പെരുമാറുണ്ടല്ലോ. സോ ഹി ഈസ് ഗുഡ്. അങ്ങനെ ചിന്തിച്ച് നമ്മൾ ക്ലാസ്സിൽ വരുന്നൊരു ഭായിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ട്രാൻസ്ഫറായി പോയി ആ സമയത്ത് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫീസിൽ എല്ലാവർക്കും അദ്ദേഹം ഇല്ലാണ്ട് ഒരു കാര്യമില്ലാത്ത അവസ്ഥയായി മാറി. എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരെ വീട്ടിൽ വരുമ്പോൾ ഞാനുണ്ടല്ലോ നിങ്ങളുടെ കൂടെ, എന്ത് സപ്പോർട്ടാണ് വേണ്ടത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയം വരുമ്പോൾ തന്നെത്താൻ അവർ മാറിക്കോളും. അധികം സമയമൊന്നും എടുക്കേണ്ടി വരില്ല, മാക്സിമം ഒരു 6 months. അത് ആ കണ്ണടച്ച് തുറക്കും പോലെ അങ്ങ് പോവില്ലേ, അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പോസിറ്റിവിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഓൾമോസ്റ്റ് ഉള്ള ആളുകൾ നമ്മളോട് പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റും. സിസ്റ്റർ പറഞ്ഞ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ എത്രത്തോളം ബെസ്റ്റാക്കി വെക്കാം, പോസിറ്റിവിറ്റി ആക്കാൻ പറ്റുമോ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരെ പറ്റി നമ്മളെക്കുറിച്ചും അവരെക്കുറിച്ചും നമ്മുടെ ഗുഡ് വൈബ്സ്, നമ്മൾ നല്ല വൈബ്രേഷൻ നമ്മൾ കൊടുക്കുക, നമ്മളെ ചിന്തകൾ നല്ല പോസിറ്റീവ്, അവരെക്കുറിച്ചും പോസിറ്റിവിറ്റി ആക്കുക. ഓട്ടോമാറ്റിക്കലി ആ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പോസിറ്റിവിറ്റി അവരിൽ മാറ്റം കൊണ്ടുവരും എന്നാണ് സിസ്റ്റർ പറഞ്ഞത്. ഓക്കെ, അപ്പം അങ്ങനത്തെ സാഹചര്യത്തിലാണെങ്കിൽ പോലും ചില ആളുകൾ നമ്മളോട് സിസ്റ്റർ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് അല്ലാത്ത മനഃപൂർവ്വം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് പോലും മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നവരായിരിക്കണ്ടേ. അപ്പോൾ നിങ്ങളുടെ തോട്ട്സിനുള്ളിൽ പവർ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം സെക്കൻഡ് ഫാക്ടർ. പക്ഷെ നല്ലത് ചിന്തിക്കുക, അത് ആർക്കും കൊണ്ടുവരാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ചെയ്താൽ ഇതിന് പരിഹാരമായി എന്നാണ് സിസ്റ്റർ പറഞ്ഞത്. പിന്നെ വേറൊരു ഫാക്ടർ, അപ്പം നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട ഓഫീസിലാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്ഥാപനമാണെങ്കിൽ ഈ മേശയെന്ന് ഫയൽ അവിടെ പോകേണ്ടതുണ്ടാവും, അവരുടെ കോർപ്പറേഷനോട് ഇവിടെ വരേണ്ടതുണ്ടാവും, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ടതുണ്ടാവും, മൂവ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരു ടീം വർക്ക് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ടീം വർക്ക് വരുന്ന സമയത്താണ് പലപ്പോഴും ഇത്തരം നെഗറ്റീവായിരിക്കുന്ന സമീപനമുള്ള ആളുകൾ നമ്മളെ ആ സമയത്ത് കോപ്പറേറ്റ് ചെയ്യാതിരിക്കും. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കണമെന്ന് വെച്ചാൽ ആ സമയത്തുള്ളൊരു പോസിറ്റീവ് തോട്ട് അത് നിർബന്ധമായി കൊണ്ടുവന്നേ പറ്റൂ നമുക്ക്. അവർക്ക് എന്നോട് കോപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല എങ്കിൽ എങ്ങനെയാണ് കോപ്പറേറ്റ് ചെയ്യുന്നത് ഞാനൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുമെന്ന്. ശരിക്കും ഞാൻ പലപ്പോഴും ചെയ്ത് നോക്കിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ. അതൊരു മധുര പ്രതികാരമാണ്. നമ്മൾ പറയില്ലേ, പ്രതികാരം എന്നുള്ള വാക്ക് നെഗറ്റീവാണ്, പക്ഷേ ഞാൻ പറയുന്നത് മധുര പ്രതികാരമാണ്. കാരണം അവർക്ക് എന്നോട് കോപ്പറേറ്റ് ചെയ്യാൻ അറിയുന്നില്ല, സമയം വരുമ്പോൾ സപ്പോർട്ട് ചെയ്യില്ല, ചെയ്ത് കിട്ടുന്ന കാര്യം ചെയ്യില്ല, അത് കുറച്ച് വൈകിപ്പിച്ച് നമ്മുടെ വർക്ക് കൂടി കുറച്ച് വൈകിപ്പിച്ചേക്കും, ആ പ്രൊജക്റ്റ് ടൈമിന് തീർക്കണതിന് വേണ്ട നമുക്ക് സപ്പോർട്ട് തരില്ല. ആ സമയത്ത് എന്ത് ചെയ്തേക്കുക, അവരുടെ വർക്കിൽ എന്ത് സപ്പോർട്ട് നമ്മുടെ കൂടെ തീർക്കാൻ പറ്റുമോ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് തീർക്കുക. അപ്പോൾ അവർക്ക് തീർക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അവർ ചെയ്ത് തീർക്കട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ നമുക്കത് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊള്ളുന്നില്ല. ആ സമയം എൻ്റെ കാര്യമൊക്കെ റെഡിയാക്കി വെച്ച ശേഷം ഓക്കെ അവർക്ക് സമയം കിട്ടാഞ്ഞിട്ടായിരിക്കും, അവർക്ക് കഷ്ടപ്പാടാണ്, അവർക്ക് റിസ്ക്കാണ്, സോ ഐ വിൽ ഹെൽപ്പ് ദം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ കൂടെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ അവർക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ മനസ്സലിയാനുള്ളതായിരിക്കുന്ന ഒരു നമ്പർ 1 ഫാക്ടറാണിത്. എന്നോട് കോപ്പറേറ്റ് ചെയ്യാൻ അവർക്കാവില്ലെങ്കിൽ എങ്ങനെയാണ് കോപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ അങ്ങോട്ട് ചെയ്ത് കാണിക്കാം. ഇത് മറ്റുള്ള റിലേഷൻ്റെ ഉള്ളിൽ നമുക്ക് എവിടെയാണോ നമുക്ക് കിട്ടേണ്ട സഹയോഗം കിട്ടാതിരിക്കുന്നത് അവിടെ ഈ തോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ ഈ ലോകത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് വേണം. കാരണം ഈ ലോകം എന്ന് പറയുന്നത് നിരവധി സങ്കീർണമായിരിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ലോകം. ഒത്തിരി വിശേഷമായിരിക്കുന്ന വ്യക്തിത്വങ്ങൾ, കോടിക്കണക്കിന് സംസ്കാരങ്ങൾ, കോടിക്കണക്കിന് ജീവാത്മാക്കൾ എന്ന് വെച്ചാൽ കോടിക്കണക്കിന് സംസ്കാരങ്ങൾ, അതിലും വിശേഷമായിരിക്കുന്ന നിരവധി ജീവജന്തുക്കൾ. എത്ര സങ്കീർണമാണ് ഈ ലോകം. അപ്പം അതുകൊണ്ട് ഈ സങ്കീർണമായിരിക്കുന്ന ലോകത്ത് ജീവിക്കുമ്പോൾ ഞാൻ എന്നാലാവുന്ന രീതിയിലുള്ള പോസിറ്റീവ് വൈബ്രേഷൻ സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഇവിടെ ജീവിക്കുമെന്നും ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന സങ്കീർണതകളെ എൻ്റെ ഉള്ളിലേക്ക് വലിക്കില്ല എന്നുള്ളതായിരിക്കുന്ന പ്രതിജ്ഞ. മീൻസ് ലോകത്തിൽ ജീവിക്കൂ, ലോകത്തെ നിങ്ങളിൽ ജീവിക്കാൻ അനുവദിക്കാതിരിക്കൂ. വളരെ വലിയൊരു തോട്ടാണ്. ലോകത്തിൽ നമുക്ക് ജീവിക്കാം, പക്ഷെ ലോകത്തെ നമ്മളിൽ ജീവിക്കാൻ അനുവദിക്കരുത്. ലോകം നമ്മളിൽ ജീവിക്കാൻ തുടങ്ങുന്നതോടുകൂടി നമ്മളല്ലാതായി മാറും. പിന്നെ പ്രവർത്തിക്കുന്ന ആരോ ആയിരിക്കും. പിന്നെ നമ്മൾ പശ്ചാത്തലത്തിൽ ഞാൻ അപ്പം അങ്ങനെ ചെയ്തു, ഞാൻ എപ്പം എന്താ ഇങ്ങനെ ചെയ്തു പോയി, ആ സമയത്ത് അത് വേണ്ടായിരുന്നു, ഈ സമയത്ത് അത് വേണ്ടായിരുന്നു.
അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ കുറ്റബോധം കൂടി വരാൻ തുടങ്ങും. ഈ കുറ്റബോധം എന്ന് പറയുന്ന നമ്മുടെ എനർജീനെ പെട്ടെന്ന് ചോർത്തിക്കളയുന്നൊരു സാധനമാണ്. ഞാൻ തെറ്റുകാരൻ എന്നൊരു ഫീലിംഗ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വന്നാൽ പിന്നെ നമുക്ക് നിവർന്ന് നിൽക്കാനാവില്ല. നമ്മുടെ മാനസികമായിട്ട് ബാഹ്യമായിട്ട് നിവർന്ന് നിൽക്കുന്നുണ്ടാവും, നടക്കുന്നുണ്ടാവും, ചിരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിവർന്ന് നിൽക്കാൻ അവരെ സമ്മതിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ലോകത്തെ നമ്മളിൽ ജീവിക്കാൻ ഒരിക്കലും അനുവദിക്കാതെ. ഈ പോയിന്റിൽ ഒരു ചെറിയ സംശയം എന്താണെന്ന് വെച്ചാൽ, പണ്ട് സ്കൂളിലൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഫ്രണ്ട്സ് തമ്മിൽ ചില കളികൾ കളിക്കാറുണ്ട്. അതായത് ഒരാൾ തന്നെ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരാളെ പറ്റി എന്തെങ്കിലും മോശമായ കാര്യം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടൊരു കാര്യം പറയാം, അവിടെ നിന്റെ മുഖത്ത് എന്താടാ പറ്റിയത് എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ അവൻ വിചാരിക്കും കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിക്കും, കണ്ണാടിലൊക്കെ നോക്കും. വേറെ ആൾ നോക്കും, വേറെ ആൾ കാണുമ്പോൾ അതേ കാര്യം തന്നെ വേറെ ആൾ പറയും, എന്താണ് നിന്റെ മുഖത്ത് പറ്റിയത് എന്ന് ചോദിക്കും. അതേപോലെ മൂന്നാമത്തെ ഒരാൾ പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് പിന്നെ സംശയമാവും. ഇങ്ങനെയൊക്കെ കളികളൊക്കെ തമാശയിൽ കളിക്കാറുണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. അപ്പോൾ അവനെ പറ്റിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ്, പക്ഷേ ആക്ച്വലി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പറഞ്ഞ് അവൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. അപ്പം ഈ ലോകത്ത് ഞാനിത് പറയാൻ കാരണം, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമ്മൾ എത്ര പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഒരുപാട് ആളുകൾ ഒരേ കാര്യത്തിൽ നമ്മളെ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരേ കാര്യം നമ്മളോട് മോശമായി പെരുമാറുമ്പോൾ അവിടെ ഒരു പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് തോന്നിപ്പോവും ചിലപ്പോൾ സിറ്റുവേഷനിൽ, ഞാനാണോ തെറ്റ്, എൻ്റെ ആറ്റിറ്റ്യൂഡാണോ തെറ്റ്, ഇവർ പറയുന്നതാണോ ശരി എന്നൊക്കെ നമുക്ക് ഫുൾ നെഗറ്റീവ് കാര്യമല്ലേ ഞാൻ പറയുന്നത്, വിത്ത് ഡൗട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഈ സമൂഹത്തിൻ്റെ എഫക്റ്റ് നമ്മളിലേക്ക് വരുന്നുണ്ട് പലപ്പോഴും. സിസ്റ്റർ പറഞ്ഞു, ലോകം നമ്മൾ ജീവിക്കാൻ അനുവദിക്കരുത്, പക്ഷെ പലപ്പോഴും ഈ ലോകം നമ്മളിലേക്ക് കടന്നു വരുന്നില്ലേ എന്നൊരു സംശയം. കാരണം നമ്മൾ സമൂഹജീവിയാണല്ലോ. പ്രവീൺ ഭായ് ഇത് പറയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ പറയുന്നതിൻ്റെ വിഷമം എന്താണെന്നുള്ള കാര്യം. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്തോളം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം. ആ സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഞാൻ ഭഗവാന്റെ അടുത്ത് എൻ്റെ ശരിയും നിൻ്റെ ശരിയും പോട്ടെ, എന്താണ് ശരിയെന്ന് ഭഗവാന്റെ വാക്യം ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ചിന്തിച്ച ഡിസിഷൻ എടുത്തത് ഇതിൻ്റെ ആധാരത്തിലായിരുന്നു. ഞാൻ ചോദിച്ചു ഭഗവാന്റെ അടുത്ത് മീൻസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അങ്ങനെ ചോദ്യങ്ങളുണ്ടായാൽ പരമാത്മ മഹാവാക്യങ്ങൾ സ്റ്റഡി ബുക്സ് ഉണ്ട്, ഞങ്ങൾ മുരളി ബുക്സ് എന്നാണ് അതിനെ പറയുക. അതൊന്ന് എടുത്തിട്ട് ഞാൻ വകഞ്ഞു നോക്കും, മെഡിറ്റേറ്റ് ചെയ്തിട്ട് എൻ്റെ മനസ്സിൽ ഈശ്വരനെ മാത്രം കണ്ട് മറ്റെല്ലാ കൺഫ്യൂഷൻസിനും ഡൗട്ട്സിനും ഒഴിവാക്കിയിട്ട് എനിക്ക് ഇതിൻ്റെ ശരി ഉത്തരം എന്തെന്നത് നീ പറഞ്ഞു തരണം എന്ന് ചോദിച്ചുകൊണ്ട് ആ ബുക്ക് വകഞ്ഞു നോക്കി വലത് ഭാഗത്ത് മേലത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യമായിരുന്നു ഈശ്വരനോട് പറഞ്ഞത്. എനിക്ക് കംഫർട്ടായി, നോ പ്രോബ്ലം, എല്ലാവരും പറഞ്ഞാലും ശരി ഞാനത് അംഗീകരിക്കില്ല. പക്ഷേ അനുഭവം കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും മാറ്റി പറഞ്ഞു, ഞാൻ പറഞ്ഞു തന്നെ ശരിയെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇറ്റ്സ് മൈ ഓൺ എക്സ്പീരിയൻസ്. നിങ്ങൾക്കും അതുപോലെ എൻ്റെ ശരിയാണോ ശരി, നിങ്ങളുടെ ശരിയാണോ ശരി എന്ന് സംശയിക്കുന്നൊരു സമയത്ത് എൻ്റെ ശരിയും നിൻ്റെ ശരിയുമില്ല, ലോകത്താകെ ഒരു ശരിയുള്ളൂ, അത് ഈശ്വരൻ എന്ന് പറയുന്നത് സത്യമാണല്ലോ. ആ ഈശ്വരൻ്റെ ശരിയായിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നതായിരിക്കുന്നത് എന്തോ അതിനെ, നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള ഗ്രന്ഥം എന്തോ അതിനെ നിങ്ങൾ ഈശ്വരൻ്റെ പൂർണ്ണമായി സമർപ്പിക്കും. അവിടെ എൻ്റെ ശരിയും പറയുന്നില്ല, നിൻ്റെ ശരി അവരുടെ ശരിയും പറയുന്നില്ല, ഭഗവാനെ നീ പറയുന്നത് എന്തോ അത് ഞാൻ ശരിയെന്ന് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടെടുത്ത് നോക്കിയാൽ കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ തീരുമാനം സംശയപ്പെടുന്നുവെങ്കിൽ, ലോകം എൻ്റെ ഉള്ളിൽ പ്രഭാവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ പ്രഭാവത്തിൽ വന്നുകൊണ്ട് ആ പ്രഭാവത്തിൽ നിന്ന് സ്വയം രക്ഷ നേടിയേ പറ്റൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അധപതനത്തിൻ്റെ പാതയിലേക്ക് പോയിരിക്കും. തീർച്ചയായും സിസ്റ്റർ അടുത്ത് എല്ലാത്തിനും ഉത്തരവുണ്ട്. അതുകൊണ്ടൊരു എന്ത് കാര്യം ചോദിക്കാൻ സാധിക്കും. നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ കഴിയാണ്. വളരെ മനോഹരമായിരുന്ന എക്സ്പ്ലനേഷൻസ് ആയിരുന്നു, അതിൽ ഒരുപാട് സൊല്യൂഷൻസും ആയിരുന്നു സിസ്റ്റർ തന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമുക്ക് ഈ യാത്ര തുടരാനുണ്ട്. വളരെ മനോഹരമായ ഈ യാത്രയിൽ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഈ അറിവുകൾക്ക്, ഈ ജ്ഞാനത്തിൻ്റെ രത്നങ്ങൾക്ക് ഒരുപാട് നന്ദി. ഓം ശാന്തി. നിത്യജീവിതത്തിൽ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന അവൻ്റെ മനോഭാവത്താൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം, അതിനുള്ള വളരെ ഈസി ആയിരിക്കുന്ന രീതികൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലത്തെ നമ്മുടെ പരിശ്രമം കൊണ്ട് പോലും നമുക്ക് മാറ്റാൻ സാധിക്കാത്ത പല ആറ്റിറ്റ്യൂഡ്സും ഇത്തരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സാധിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനിയും ഈ ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം നിങ്ങളും യാത്ര ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.